എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെസഹ അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പെസഹ അപ്പം ഉണ്ടാകും. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ സ്റ്റൈലുള്ള പെസഹ അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. ചുട്ടെടുത്തൊരു പെസഹ അപ്പമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു പെസഹ അപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഉഴുന്നാണ്. ഒരു പാനിലിട്ട് ചെറുതീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉഴുന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഉഴുന്നിങ്ങനെ വറുത്ത് മാറ്റി വെക്കാം, അതിനോടൊപ്പം തന്നെ കുതിർത്തും വെക്കാവുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുതിർക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി 2-3 മണിക്കൂർ കുതിർത്തിട്ട് നമ്മളൊരു അരിപ്പയിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. പച്ചരിയോ ഇഡ്ഡലി അരിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മളിത് പച്ച അരിപ്പൊടി വെച്ചിട്ടാണ് ഈ അപ്പം ചെയ്യുന്നത്. നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അതേപടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വെള്ളം ഊറ്റിയിട്ട് എടുക്കുമ്പോൾ നന്നായിട്ടിത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ പൊടി ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാ ചിരകിയതാണ്. 1/2 കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് തേങ്ങയുടെ അളവ് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഒരു 2 അല്ലി വെളുത്തുള്ളി നമുക്കൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി മുഴുവൻ ഇട്ടാൽ അരയാനായിട്ട് പാടാണ്, അതുകൊണ്ട് ഞാൻ 2ആയിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, ഒന്ന് ചതച്ച് എടുത്താൽ മതി. ഈ അരച്ചത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഉഴുന്ന് പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്. ഈ ഉഴുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതിർത്ത് വെച്ചിട്ടും അരയ്ക്കാം, കുതിർക്കാതെയും അരയ്ക്കാം. അപ്പം ഞാനിങ്ങനെയാണ് അരച്ചത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച ഉഴുന്നും ഈ അരിയിലേക്ക് ചേർത്തിട്ട് നമുക്കിനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഉഴുന്ന് വറുത്ത് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി, ചെറിയൊരു കപ്പാണ് വട്ടത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിലിട്ട് ആദ്യം തന്നെ ഒന്ന് വറുത്ത് കോരുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളി വേറെ തേങ്ങാക്കൊത്ത് വേറെ 2ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2ഉം കൂടെ വറുക്കാം. ചെറുതീയിലിട്ട് നന്നായിട്ടിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ അളവിൽ 5 അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഉണങ്ങിയ തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് നല്ലത്. ആ തേങ്ങയും നമ്മൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു എണ്ണ കളയണ്ട, നമ്മൾ ഈ അപ്പം ചൂടാൻ നേരത്തെ എടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. ഞാനിതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്നും ഒരു പകുതി ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്കിനി ഇത് അപ്പം ചൂടുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ടാണ്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോരുത്. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക, കാരണം ഉഴുന്നിലൊക്കെ വെള്ളമുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തു ഇത് കുഴയ്ക്കാനായിട്ട്. അതിൻ്റെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം വേണ്ടി വന്നുള്ളത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് ലൂസാകരുത്, ഒരുപാട് കട്ടിയിലാകരുത്. അപ്പോൾ നമ്മൾ സാധാരണ കല്ലേപ്പരത്തി അപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ ഗോതമ്പ് പൊടി വെച്ച്, ആ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നന്നായിട്ടിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയും നമുക്കിത് ഒട്ടും തന്നെ താമസിയാതെ ഇതെങ്ങനെയാണ് അപ്പമായിട്ട് ചുട്ടെടുക്കുന്നത് നോക്കാം. നമ്മളൊരു ഇരുമ്പിൻ്റെ തവ എടുത്തിട്ടുണ്ട്, ദോശത്തവയാണ്. അതിലേക്ക് നമ്മൾ ആ ഉള്ളി വറുത്ത ആ ഒരു ഓയിൽ ഒരു 2 ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് പരത്താൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ തവി വെച്ചിട്ട് പരത്താം. കൈ വെച്ച് പരത്തുകയാണ് ഒന്നുകൂടെ ഈസി. കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പം ഞാനീ കാണിക്കുന്ന പോലെ പരത്തിയെടുക്കുക. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ പരത്തിയാൽ മതി. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വരും.
അപ്പോൾ എല്ലാം ഒരേ തിക്നെസ്സിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് വേവുന്നവരെ അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പെസഹ അപ്പം, ചുട്ടെടുത്ത പെസഹ അപ്പം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പെസഹ അപ്പവും പാലും കൂടിയാണ് സെർവ് ചെയ്യുന്നത്. പാലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഉഴുന്നൊക്കെ വറുത്ത് ചേർത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പെസഹ അപ്പമാണ്. ഇതും ആ ഒരു പാലും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞു വന്നാൽ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. 2.5 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർക്കുന്നുണ്ട്. കട്ടി കുറഞ്ഞ പാലാണ് തേങ്ങയുടെ 2ാം പാല്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ആ ഒരു പാലിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ടകളില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് വറുത്ത ജീരകപ്പൊടി അതുപോലെ തന്നെ ഏലക്കയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കാറാകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുട്ടെടുത്ത പെസഹ അപ്പം കൂടാതെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പെസഹ അപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഉഴുന്ന് വറക്കാതെയാണ് ഞാനതിൽ അരച്ച് ചേർത്തിട്ടുള്ളത്. ഇനി അതിൽ ഉഴുന്ന് വറുത്തിട്ടും അരച്ച് ചേർക്കാം. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയിൽ ഉഴുന്ന് വറക്കാതെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നതാണ്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 2 ടൈപ്പിലുള്ളതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ഒരു പെസഹ വ്യാഴത്തിൽ നമ്മുടെ ഈ 2 റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഈസ്റ്ററിന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരും ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്